ഹലോ ഞാൻ തന്നെ വീഡിയോ ഇട്ട് ഇന്നിട്ട് കുറച്ച് ദിവസം എടുത്തിട്ടായാലും ഇന്ന് സാധാരണ പോലത്തെ വീഡിയോ ഒന്നല്ല. ഞാൻ ഇന്ന് മൾട്ടിപ്ലെയർ സീരീസ് തുടങ്ങുവാണ്. അതായത് ഫസ്റ്റത്തെ ഒരു സംഭവം തന്നെ പറഞ്ഞേക്കാം. ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ഇതിൻ്റെ വീഡിയോ ഇടില്ല. ഇതിൻ്റെ വീഡിയോ മാക്സിമം 20-25 ലെങ്ത് ആകും. കാരണം ഒരു എപ്പിസോഡ് തന്നെ ഒറ്റ ബിൽഡായിട്ടൊന്നല്ലായിരിക്കും. ഒരു എപ്പിസോഡിൽ തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ സാധാരണ പോലെ തന്നെ എൻ്റെ മറ്റ് 2 വേൾഡും വരുന്നതായിരിക്കും, അതേ സീരീസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് വീഡിയോ കണ്ടു തുടങ്ങിക്കാം. പിന്നെ ഇന്നോട്ട് എന്തായാലും വീഡിയോ ഉണ്ടാവും. കാരണം എൻ്റെ ബാലൻസ് ലോകവും ബെഡ്റോക്ക് ലോകം ഇട്ടില്ലെങ്കിൽ ഞാൻ ഈ ഒരു വേൾഡ് എന്തായാലും ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ പറയും, എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ലാന്ന്. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. മറ്റവനെന്തിയേ പിന്നെ എന്റെ ശരിക്കുള്ള പേര് ആരും വിളിക്കല്ലേ ഇതിനകത്ത്? നിന്റെ പേരെന്തായാലും ഇവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. വിളിച്ചാതി എന്നൊന്ന് കൊല്ല്. എടാ നീ മൈക്കോൺ ആക്കുന്നില്ല? അതങ്ങനെയൊന്നല്ല, അവന് ഡിസ്കോഡിലെ ഞങ്ങള് സംസാരിക്കുന്നേ. അപ്പൊ ആ മണ്ടന്റെ ഡിസ്കോഡിന്റെ പ്രശ്നമുണ്ട്, ഇടക്കിടക്ക് വെച്ച് കട്ടായി പോകും. ഈ ആദ്യത്തെ മൈക്കോൺ ആക്കുന്നില്ല? മൈക്കോൺ ബേസിനോ? ഞാൻ മൈക്ക് ഓഫ് ആണോ? എടാ മൈക്ക് ഓണാടാ, ഒന്ന് പറ. മൈക്ക് ഹലോ, മൈക്ക് ഓൺ ആണ് ബ്രോ. ഹലോ ലെഫ്റ്റ് ചേർന്നു. നമുക്ക് അവധിക്കും മരം മുറിച്ച് കൊടുക്കാം. ഈ മണ്ടൻ എന്തിനാ മൈക്ക് വർക്കാവാത്തതിന് ഡിസ്കോഡ് അല്ലേ തുറക്കണ്ട? ഇവരെന്താ ലെഫ്റ്റ് ആയിട്ട് ചോദിടാവുന്നേ? ഡിസ്കോഡിൽ മ്യൂട്ടാണോ നോക്കാം. ഞങ്ങള് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലിട്ട് കാണിക്കുന്നത്. ഇവിടെ മരമില്ല, മരൊക്കെ കിട്ടിയ ആസ്തന്നെ മൈക്ക് റെഡി ആവാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ ആ സമയം കൊണ്ട് ഞാനും നയനും കൂടി വേണ്ട അത്ര ബേസിക് ടൂൾസ് ഒക്കെ ആക്കിയായിരുന്നു. നയനെ പേടിക്കണ ഞാൻ എന്തായിരുന്നു. എടാ അവരുടെ ഫൈറ്റ്, എടാ എന്നാ നിന്റെ എല്ലാ സാധനവും ഞാൻ തിരിച്ചു തരും. ഒന്നും ഞാൻ ബാക്കിയിട്ടില്ല. ഞാനൊന്ന് കൊല്ലുവോ? ഞാൻ കൊന്നേരാൻ. കുറച്ചേരം അവിടെ ഇങ്ങനെ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരുന്ന ഞാനും നയനും ആസ്തയാണെങ്കിൽ കുറെ നേരമായിട്ടും മൈക്കോൺ ആക്കാൻ വേണ്ടിയിട്ട് മണ്ട ഡിസ്കോഡിൽ കയറേണ്ടതിന് മൈൻക്രാഫ്റ്റിലെ ജോയിനിൽ ലെഫ്റ്റ് ആയി കളിച്ചുകൊണ്ടിരുന്നു. ആസ്ത വന്നിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനും നയനും നിൽക്കുന്നത്. പക്ഷെ ഈ മണ്ടനാണെങ്കിൽ ഡിസ്കോഡിൽ കയറാൻ മറിച്ച് ഈ 1/2 മണിക്കൂർ എടുത്തിട്ട് ഡിസ്കോഡിൽ കയറിയിട്ടില്ലായിരുന്നു. പക്ഷെ അവസാനം ആ മണ്ടൻ വന്നു. റീചാർജ് ചെയ്തില്ല? ഞാൻ റീചാർജ് ചെയ്ത എന്റെ അക്കൗണ്ട് 19 പോയി. അതെന്താ വെച്ചാല് അവന്റെ നെറ്റ് തീർന്നു പറഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. പിന്നെ എന്റെ ഗെയിമിന്റെ സൗണ്ട് ഇച്ചിരി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇടക്കിടക്ക് വെച്ച് വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ട് കുറയ്ക്കും. അതുവരെ നിങ്ങളിതൊക്കെ സഹിച്ചേ പറ്റും. അപ്പൊ അവന് റീചാർജ് ചെയ്തോ ഇല്ലോ എന്ന് ചോദിച്ചാണ്. പക്ഷെ ഞാൻ റീചാർജ് ചെയ്തായിരുന്നു. കിട്ടിയില്ലാന്നിട്ട് അവൻ പറയുന്നത്. കിട്ടിയില്ലെങ്കിൽ എന്റെ 19 രൂപ പോയി. അങ്ങനെ 1/2 മണിക്കൂർ, അതായത് ഈ സർവർ തുടങ്ങിയിട്ടുള്ള 1/2 മണിക്കൂർ ഇവിടെ തന്നെ ഇരുന്ന് മണ്ടത്തരം കാണിച്ച് ചത്ത് ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാന്ന് തന്നെ തീരുമാനിച്ചിട്ട് ഞങ്ങളെല്ലാരും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. നോക്കിയേ അവനെ കൊല്ല. നീ അങ്ങനെ എടാ ടെലിപ്പോർട്ട് ആയി നിന്റെ ചന്തിയിലോട്ട് പഠിക്കും. ആഹാ മണ്ടൻ വെച്ച്. എടാ നീ എന്നെ നോക്ക്. എനിക്ക് ധൈര്യമുണ്ട്. ഇതിനാണ് ബ്രോ ബുദ്ധിയാണെന്ന് അറിയുന്നത്. പട്ടാക്കിയോ? നെറ്റ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് അവനെ കൂട്ടാണ്ട് കളിക്കാല്ലേ? നമുക്ക് അവനെ കൂട്ടാണ്ട്. എടാ ആദ്യത്തെ മൈക്കോണിയടാ. ഇപ്പൊ അവനെന്നെ കൊല്ലാൻ വേണ്ടി വരും. നോക്കിക്കോ ബ്രോ, 1000 അയക്കാം. Be you serious? 1000 അയക്കപ്പോഴേ എനിക്കെല്ലേടാ കണ്ണ വെള്ളത്തിൽ ചാടി. കണ്ടല്ലോ, ഇതായിരുന്നു അവസ്ഥ. ഇതേപോലെ തന്നെ 5-6 വട്ടം ആറ്റ് തത്തിട്ടുണ്ട്. നായനൊക്കെ എൻ്റർമാൻ അടിയോട്ട് 5-6 വട്ടം ഉണ്ടാവില്ല, ഇച്ചിരി കൂടി പോയി 2 വട്ടം. എന്നോടൊന്ന് സംസാരിക്കാൻ പറയണോ? എടാ അവൻ പോവടാ.
സ്മൂത്താ. എന്തള്ളമ്മ? ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടൊരു സംഭവം ചോദിച്ചപ്പോൾ അവൻ അമ്മേനോട് തിന്നാൻ എന്താണ് എന്താ ഞാൻ ചെയ്യണ്ട, ഞാൻ എനിക്ക് ഇത് റെക്കോർഡ് ചെയ്തിട്ട് പോയിട്ട് ബാലന്റെ ലോകം റെക്കോർഡ് ചെയ്യാനാണ്, സോറി ബെഡ്റൂക്കിലോ റെക്കോർഡ് ചെയ്യാനായിരുന്നു. ആ സമ്മതിക്കൂല ഇവന് തീറ്റ കഴിഞ്ഞിട്ട് ബാക്കി എന്തോളൂ. ഞാനിപ്പോ ലെഫ്റ്റ് ആയിട്ട് കേറാം. നീ എന്താ ചോദിച്ചാ? ഇല്ല എടാ കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കുകയേ ചെയ്യരുത്. ആദിനാഥ് അവന്റെ മൈക്ക് റെഡിയാക്കാൻ പോയത് വരെ ഞാനും നയനും കൂടി കാട്ടിലെ വെറിയും പറിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. അവൻ വന്നിട്ട് അവനോട് ഞങ്ങളുടെ അടുത്തോട്ട് കോർഡിനേറ്റ്സ് പറഞ്ഞ് വരുത്തിക്കാം, അല്ലെങ്കിൽ ആ XP ബാർ കാണിച്ച് വരുത്തിക്കാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കൂട്ടിക്കോളാം. എടാ ഞാൻ ലഷ്കേ കണ്ടടിച്ചു. വാ ആദ്യം കൂടെ വരട്ടെ. ഇറങ്ങിക്കോ, ഞാൻ ലസ്കേവിൽ ഇറങ്ങണ്ട മണ്ട. ഇപ്പോഴും നമ്മള് മണ്ടന്മാർ ഇത് ഇവിടെ കോർഡിനേറ്റ്സ് എടുത്ത് വെക്കുക. ഡയമണ്ട് ഉണ്ടാവും. ഇപ്പൊ വേണ്ട, ഫസ്റ്റ് ബേസ്. നമ്മുടെ പ്രൊഫഷണൽ ബിൽഡർ ആരാ? നയനല്ലേ? നയനെ ഷെണ്ടാക്കാൻ അറിയില്ലല്ലോ ഒന്നും. ഞങ്ങൾക്ക് മൂന്നവർക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ ആ ഒരു ഐസ് ബയോമിൽ തന്നെ പോയിട്ട് വീണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഫസ്റ്റ് അവനെ ഓടി രക്ഷപ്പെടാൻ നോക്കി. അവന്മാർ രണ്ടെൻ്റെ ബാക്കിലായിരുന്നു. ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് വേഗം തന്നെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഗ്യാങ് വരുന്നവരെ ഒരട്ടുണ്ട് ബ്രോ. എന്തിനോട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? സോംബിൻ്റെ ഇവിടെ എല്ലാ ജീവിക ബോക്സും ഉണ്ട്. എല്ലാത്തിൻ്റെ അടിയിൽ നിന്ന് ഞാൻ ഓടുകയാണ് ബ്രോ. ഞാൻ ഇപ്പൊ ചാവും. 2 ഹാർട്ട്. നമുക്ക് എവിടെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കുഴിയിലൊക്കെ കയറി അടയിരിക്കാൻ പോവാണ്. അതെ ഞാൻ ആ രാവിലെ ആവുന്നവരെ ആ കുഴിയിൽ തന്നെ അടയിരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ കുഴിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ ആ കുഴിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ എൻ്റെ ഫുഡില്ലാണ്ട് ഞാൻ ഈ കാട്ടിക്കൂടെ പോവാണ്. ബെറി കിട്ടിയാൽ തിന്നാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പച്ചുവിനെ കണ്ടത്. അവനെ അടിച്ചു പിടിച്ച് കൊന്നിട്ടാണ് ഞാൻ ഇവിടെ പിന്നെ മുന്നോട്ട് വന്നത്. ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബെഡ് പോലും കിട്ടിയിട്ടില്ലായിരുന്നു. അതിനർത്ഥം ചത്താലും ഞങ്ങൾ തിരിച്ച് സ്പോൺ പോയിന്റിൽ പോകുമെന്നായിരുന്നു. പക്ഷെ ഞാൻ എന്താ 3 ആടിനെ കണ്ടുപിടിച്ച് എനിക്കിവിടെ ബെഡ് സെറ്റ് ആക്കാം. ബ്ലാക്ക് ചീപ്പിനെ കണ്ടുപിടിച്ച് എന്റെ അടുത്ത് 3 ബ്ലാക്ക് ഷീപ്പ്. അപ്പൊ ബെഡ് സെറ്റ് ആയിട്ടോ. എന്റെ അടുത്തും. അങ്ങനെ സർവർ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ബെഡ് ഉണ്ടാക്കാൻ ഞാനാണ്. അതെന്തായാലും എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. കാരണം എനിക്ക് ഇനിയിപ്പോൾ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് ഫൈറ്റിങ്ങിനൊക്കെ പോവാം. എന്നെ പോലെ തന്നെ നയനും ലക്കിയായിരുന്നു. കാരണം അവനും കിട്ടി. എനിക്ക് ബെഡ് സെറ്റായി. പക്ഷെ ഈ സമയത്തൊന്നും ആസ്തേന്റെ ഒരു അറിവ് പോലും ഇല്ലായിരുന്നു. അവൻ ഞങ്ങളോട് നടക്കുന്നുണ്ട്. അവന് ഡിസ്കോഡ് പണിയായിരുന്നോണ്ട് ഇവൻ ഇടക്കിടക്ക് കട്ടായി പോകും. ഇടയ്ക്ക് വന്നൊരു ഹലോ പറയും. 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പോകും. എൻ്റെ മെസ്സേജ് അയക്കും, നിങ്ങൾ എന്താടാ ഒന്നും മിണ്ടാത്തതെന്ന്. നമ്മൾ പറയുമ്പോഴാണ് ഡിസ്കോഡിൽ കയറിയിട്ട് വീണ്ടും ജോയിൻ ആവുക. XP ബാറിന്റെ അവിടെയുള്ള ട്രാക്കർ ഉപയോഗിച്ച് നയൻ അങ്ങനെ എൻ്റെ അടുത്തോട്ട് എത്തി. ഞാൻ അവൻ്റെ അടുത്തോട്ട് തിരിച്ചടക്കാണ്. പക്ഷെ ഞാൻ അവനെ പറ്റിക്കാന്നെന്ന് വിചാരിച്ച്. എടാ ഇവിടെ എവിടെയാണ് നീ ഉണ്ടോ? ബ്രോ ബാല പോവൽ അവിടെ തന്നെ നിക്ക. നിന്നെ ഞാൻ എവിടെ കണ്ടു? എവിടെ? എനിക്ക് നിന്റെ പേര് കാണുന്നില്ലല്ലോ. എടാ നിന്റെ പേര് എനിക്ക് എഴുതി കാണിച്ചറാ. എന്നാ നീ എന്നെ മറ്റേ സാധനം നോക്കി നടക്കുക. എടാ അത് നോക്കാൻ പറ്റില്ല, നീ എന്റെ അടുത്തായോണ്ട്. പറ്റൂലോ. ഇല്ല, അവ തൊട്ടടുത്തണ്ട്. ഞാൻ ഷിഫ്റ്റ് അടിച്ചിട്ട് അവൻ നീട്ടൊക്കെ കാണുമല്ലോ. ഇവൻ വന്ന മരത്തിന്റെ സൈഡിലായിട്ടുണ്ടായിരുന്നെ. ഇവ എന്റെ അടുത്തു കൂടെ പോയി. ഞാൻ മരത്തിൽ കൂടെ സൈഡിലോട്ട് മാറിയെന്ന്.
ഞാൻ കണ്ടായിരുന്നു വിളിച്ച്. എടാ നിക്ക് ചെറിയെടുക്ക്. എടാ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ആസ്തതാ ഇവിടെ എവിടെ ആയിട്ടാ സച്ച് പോയത്. നമുക്ക് ഇവിടെ ട്രാപ്പ് കിട്ടിയതാരോ സ്പോൺ ആവുമ്പോ ചാവും. ഈ ഒരു അതെപ്പോഴാ കഴിയുന്ന? നമുക്ക് കുറച്ചേരം മടുക്കുമ്പോ നിർത്താം. ഞാൻ അവിടെ വില്ലേജ് ഉണ്ടാകാൻ സാധ്യത സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. പംകിൻ ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ പറഞ്ഞാൽ അവൻ ഇതെടുത്തിട്ടില്ല. ഞാൻ വെച്ചിട്ടില്ല. ഞങ്ങൾ ഇതിലേക്ക് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോണാകുമ്പോ പറഞ്ഞു. എനിക്ക് ഹാർട്ട് ഇല്ല കേട്ടോ. 3 ഹാർട്ടേ കണ്ടുള്ളൂ. എന്നാ തിരിച്ചാക്കട്ടെ. ഇപ്പൊ കയറുന്നു. പക്ഷെ അവൻ ഒരു തവണ പറ്റിച്ച മാത്രം എനിക്ക് പോരായിരുന്നു. കാരണം അവൻ എന്നെ ഒന്ന് കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഞാൻ ബോട്ടിൽ കയറി തുടങ്ങേ. വില്ലേജ് ഉണ്ടായിരുന്നടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാ. ഐസിൽ കൂടെ ബോട്ട് എടുത്താ അവിടെ പമ്പിക്കുള്ള ഒരു ഐലൻഡ് ഉണ്ട്. പമ്പിനുള്ള ഐലൻഡ് ഉണ്ട്. അങ്ങോട്ട് വാ. സച്ച് നീ എവിടെ? ഞാൻ ഇവിടെ. ഞാൻ ലേശം മുന്നോട്ട് നടക്കുവാണേ. രാത്രിയായി. നയനെ കൊണ്ടൊന്നു വാ. ഒരു ബോട്ട് ഉണ്ടാക്കിട്ട് വാ. എടാ എക്സ്ട്രാ അടിക്കും. ഞങ്ങള് 2 കടന്നുറങ്ങാം. ഓ നിങ്ങൾക്കൊക്കെ ബെഡായില്ലേ? പിന്നെ കളി സംസാരിക്കാനിരുന്ന എക്സ്ട്രാ അടിക്കാം. എടാ നിങ്ങള് വരുന്നില്ലേ? ഒരു ബോട്ട് ഉണ്ടാക്കട്ടെ ബ്രോ. ജാടയാണോ? ഒരു ബോട്ട് ഉണ്ടാക്കട്ടെ. ഇച്ചിരിയും കൂടി സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ താഴെ കൂടെ കുഴിച്ച് അവന്മാർ അടുത്തോട്ട് വിചാരിച്ചു. ഞാൻ പംകിൻ ഉണ്ട്. നീ ആദ്യം കോർഡിനേറ്റ്സ് പറഞ്ഞ സ്ഥലത്തോട്ട് വാ. വേഗം ഒറ്റൊരു പംകിൻ അല്ലേ? അല്ലല്ല. ഞാൻ ആദ്യം കോർഡിനേറ്റ്സ് പറഞ്ഞ സ്ഥലത്തോട്ട്. അവിടെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നീ ആദ്യം നിന്ന ഡയറക്ഷൻ നിൽക്ക്. എടാ നിന്ന ഡയറക്ഷൻ ഏതാ അറിയില്ല. കാരണം ഞാൻ അവിടെ നേരത്തെ സൈഡിലോട്ടാ പോയത്. ഞാൻ കോർഡിനേറ്റ്സ് നോക്കിയപ്പോ ഈസ്റ്റ് വെസ്റ്റ് ഏതോ സ്ഥലത്തായിരുന്നു. ഞാൻ നിന്ന സ്ഥലത്താണോ നിൽക്കുന്നത്? അത് നിന്ന കോർഡിനേറ്റ്സ് നോക്കിട്ട് നിക്ക്. ആദ്യം നിന്ന കോർഡിനേറ്റ്സ് നോക്കി നിക്ക്. നിന്നോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നടാ. എടാ എന്നാ ഒരു ബോട്ടതാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മരത്തിന്റെ ബാക്കിൽ ഒടിച്ചിരിക്കായിരുന്നു. ഇത്ര നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ കുഴിച്ച് കളിക്ക്. എന്നെയും കൂട്ട്. ബോട്ടിൽ കയറിയ നിന്റെ ബോട്ടില്ല. ആ ബോട്ടിൽ വാ. എടാ എനിക്ക് ഓടിക്കാൻ പാടിനകത്ത്. വാ ഇവിടെ എത്ര അടുത്തുള്ളൂ. വാ ഇവിടെ പമ്പിനുണ്ട്. ഈ സ്ഥലത്തോട്ട് എനിക്കറിയായിരുന്നു. എനിക്ക് നിന്റെ മറ്റേ ഇത് കാണിക്കുന്നില്ല എക്സ്പിന്റെ അവിടെ. എനിക്ക് തോന്നി ഇവനെന്നെ കണ്ടായിരുന്നു. കളിക്കാൻ മര്യാദയ്ക്ക് കളിക്കുക. ഇത് കൊറേ നേരമായി. ഞാൻ വെറുതെ തമാശയിൽ വിചാരിച്ച് ചെയ്യുന്നതല്ല. ഇവന് പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇനി തൊട്ട് സീരിയസ് ആകാൻ തീരുമാനിച്ചിട്ടാണ് കളിച്ചത്. അങ്ങനെ കുറച്ച് കാടും മലയൊക്കെ താണ്ടി ഓടി ഞങ്ങള് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ബേസ് ഉണ്ടാക്കാൻ. തിരിച്ചാ ഈ ബേസ് ഉണ്ടാക്കാന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വാ. ബേസ് ഉണ്ടാക്കാൻ ആദ്യം ഇങ്ങോട്ട് വരാൻ പറ. നീ ചുണ്ണാമ്പ് വലിച്ചേക്കല്ലേ? സത്യം പറ. ഞാന് അവല് കാണിച്ചത്. ഇവിടെ അവല് നനച്ചതാ.
ഞാനും നയനും ആസ്തയും വേണ്ട സ്ഥലമൊക്കെ തിരഞ്ഞെടുത്ത് എൻ്റെ നയൻ്റെയും ഒക്കെ അടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ബെറി വെച്ചിട്ടൊരു ബോർഡർ ഇടാൻ വിചാരിച്ചു. അടിയാവും കേട്ടോ, കൊല്ലേണ്ടി വരും. എനിക്കൊന്നും ചെയ്യണം, ഇവിടെ ബേസ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ബൗണ്ടറി ക്രോസ് ചെയ്യാൻ നിന്നാ മോനെ അടി കൊള്ളും. എടാ എല്ലാവർക്കും ഒരേ ഇതൊക്കെ ഇല്ലേ, മറ്റേ സാധനങ്ങളൊക്കെ ട്രേഡിങ്ങുകളൊക്കെ അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. 3 പേര് ഒറ്റ ബേസിലല്ല, 3 പേര് വെവ്വേറെ ബേസിലാണ്. ഈയുടെ നയം പറഞ്ഞാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എല്ലാവരും ഓരോ സ്ഥലം എടുത്തിട്ടാണ് ബേസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാവരും അവരെടുത്ത സ്ഥലം മൊത്തം ക്ലിയർ ആക്കാൻ തുടങ്ങി. ഞാനും തുടങ്ങി. ബേസ് ക്ലിയർ ആക്കുന്നതിനിടക്ക് വെച്ച് ഇല്ലാത്ത സമയത്ത് വന്ന് ഞാൻ ഇവിടെ ചെറിയൊരു വീറ്റ് ഫാം കൂടെ ഉണ്ടായി. കാരണം ഭക്ഷണം ഇച്ചിരി കമ്മിയായിരുന്നു. ഞങ്ങൾ 3 പേരും ബേസിന് വേണ്ടി ഉപയോഗിക്കുന്നത് മെയിനായിട്ട് സ്പ്രൂസ് ആണ്. ഇവിടെ അടുത്ത് ഓക്കും ബിർച്ചൊക്കെ ഉണ്ടെങ്കിലും പിന്നെ 90 സീഡ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ടാക്കിയ മരം വെച്ചിട്ടാണ് ഞങ്ങൾ ഇനിയും കുറേ സീഡും വുഡൊക്കെ ഉണ്ടാക്കി ഈ ഒരു ബേസുകൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള. പക്ഷെ ഞങ്ങൾക്ക് സ്പ്രൂസിൻ്റെ കൂടെ തന്നെ ബേസ് ഉണ്ടാക്കാൻ ഡീപ് സ്ലേറ്റ് ബ്രിക്സിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പിച്ചേക്സ് എടുത്ത് താഴത്തോട്ട് കുഴിച്ചു തുടങ്ങി എൻ്റെ ഡീപ് സ്ലേറ്റ് ബ്രിക്സ് എടുക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആസ്തയും കൂടി എന്നെ സഹായിച്ച് ഞങ്ങളൊരു ചെറിയ കേവ് കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് കുറച്ചധികം അയൺ എനിക്ക് കിട്ടി. താഴെ ഒരു കേവിലെത്തി സമയം എടുക്കാണ്ട് തന്നെ ഞാൻ ഡയമണ്ട് കണ്ടുപിടിച്ച്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടായിരുന്ന അയൺ വെച്ചിട്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് സർവറിൽ ഡയമണ്ട് എടുക്കുകയും ചെയ്തു. അടുത്ത ഡയമണ്ട് എനിക്ക് 8 ഡയമണ്ട് കിട്ടിട്ടോ ബ്രോ. ഡീപ് സൈഡ് എടുക്കാൻ വന്ന ഞാനും ആസ്തിയും ഡയമണ്ട് അയണ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ പോയി. പക്ഷെ ഇത്ര നേരം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നെങ്കിലും പിന്നെ സംഭവങ്ങളൊക്കെ മാറി തുടങ്ങി. ഇവിടെ തൊട്ടാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കഷ്ടകാലങ്ങൾ തുടങ്ങിയത്. അതെ, കഷ്ടകാലത്തിന് നയം പോയിട്ട് ഒരു ട്രയൽ ചേമ്പർ കണ്ടുപിടിച്ച്. പക്ഷെ ഞാനും ആസ്തയും നയനും ആ സമയത്ത് വിചാരിച്ചത് നല്ലതായിരിക്കുന്നത്, കാരണം അവിടെ നല്ല ലൂട്ട് ഉണ്ടല്ലോ. പക്ഷെ അവിടുത്തെ ലൂട്ടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ എനിമീസിനെ കുറച്ച് ഓർക്കാൻ മറന്നുപോയി. നീ ഇവിടെ വന്നോ? നീ ഇവിടെ വന്നോ? എവിടെയാ ബ്രോ? താഴെ മൈനിങ് ഏരിയയില്. ഞങ്ങൾ ട്രയൽ ചേമ്പർ കയറി. ഒരു ആക്സ് ഉണ്ടാക്കട്ടെ, എന്റെ പെടുവല്ലോ. സാധനങ്ങൾ ഇപ്പൊ സ്പോണോ, വെറുതെ പോണോ? ഞാനും നയനും കൂടി തീരുമാനിച്ച്, കാരണം അവിടെ തിരിച്ചു പോയിട്ട് ഞാൻ അവിടെ വെച്ച് നയൻ മൊത്തം വെച്ചിട്ട് ഞാനൊരു അയൺ ആർമർ ഉണ്ടാക്കും, അത് ഫുൾ സെറ്റ്. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ ലൂട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് ആസ്തിയും വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി ഇറങ്ങി. എന്റെ 2 ഉണ്ടായിരുന്നു, അല്ല 3 ഉണ്ടായിരുന്നു. അതില് വെയിറ്റ് ഞാനൊരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കി എന്റെ പൊട്ടാറ്. അങ്ങനെ ഞാൻ അയൺ ആർമർ ഷീൽഡും പിന്നെ സ്റ്റോൺ ആക്സിൻ്റെ ബലത്തിൽ ഇവന്മാരെയും കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അതും മേസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ ഗെയിമിലോട്ട് പോയത്, അതിൻ്റെ ഉള്ളിലോട്ട് പോയത്. ഇവിടെ നിന്ന് ചത്താൽ എൻ്റെ ഡയമണ്ട് പോകാണ്ടിരിക്കാനും പിന്നെ വേണ്ടപ്പെട്ട ചില സാധനങ്ങളും ഞങ്ങൾ 3 പേരുടെ ചെസ്റ്റിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ചത്താലൊന്നും പേടിക്കാനില്ല. താഴത്തോട്ട് ഇറങ്ങി ഹണികോമ്പ് എടുത്തോ. ഇവിടുന്ന് കുടിച്ചാല ഞങ്ങൾ ഒരാവശ്യമില്ലാണ്ട് ട്രയൽ ചേമ്പറിന്റെ കൂടെ ആ റൂമിനസ് ബോട്ടിലും കൂടി നയൻ കുടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ കുടിച്ചപ്പോ തൊട്ടാണ് പണി തുടങ്ങി. സച്ചിൻ നയനെ നീ പോയിട്ട് ബെഡ് എടുത്തിട്ട് തരാൻ പറ്റുമോ? ഒരാൾ പോയിട്ട് ബെഡ് എടുത്തിട്ടാ.
അയൺ ആർമർ ഷീൽഡും കിട്ടിയ അവന്മാരെന്തോ ഒലത്തെന്ന് പറഞ്ഞാൽ ഞാനാണ് ഫസ്റ്റത്തെ 2-3 അടിക്ക് തന്നെ വന്ന് ഇവിടെ മൂടിയിരിക്കുന്നത്. ഞാനിവിടെ നയനോട് പറഞ്ഞിട്ടുണ്ട് ചത്താല് ബെഡ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. ചത്തവനുണ്ടല്ലോ പോയിട്ട് ബെഡ് എടുത്തിട്ടാ വേഗന്ന്. പക്ഷെ നയൻ ചത്തപ്പോ ഒരു ബെഡ് എടുക്കേണ്ടതിന് പകരം എന്റെ ബെഡും അവന്റെ ബെഡും കൊണ്ടുവന്നു. എന്റെ പേരുണ്ടോ ഞാൻ താഴത്തോട്ട് നോക്ക്. എന്റെ പേരാണ്. പോയി എന്ത് ഞാനിപ്പോ എടാ ഞാനിപ്പ ചത്ത എല്ലാം തീർന്നു മോനെ. ബെഡ് പൊട്ടിയിട്ട് അവൻ ചത്ത്. അതായത് അവൻ റീസ്പോൺ വെക്കുന്നതിന് മുന്നേ അവനെ തട്ടിക്കളഞ്ഞ്. പക്ഷെ ഈ അയണാർമിട്ട് ഞാനൊരു ഫൈറ്റും ചെയ്യേണ്ട ആ ചെക്കന്മാരെ കൊണ്ട് അടുപ്പിച്ച് ഒരുത്തന്നെ ഞാൻ സ്പോൺ പോയിലോട്ട് തിരിച്ചു വിട്ട് അവൻ എന്താ എൻഡർമാൻ്റെ കൈ കൊണ്ട് ചാവുകയും ചെയ്ത്. അവൻ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പെട്ട സ്കൂട്ടായി. അത് ആര് ഹാർട്ട് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഞാൻ അങ്ങനെ തിരിച്ച് സേഫായിട്ട് മുകളിലെത്തിയിട്ട് ആസ്തേൻ്റെ ബെഡിൽ റീസ്പോണും വെച്ചിട്ട് എൻ്റെ ബേസിലാണ് റിസോഴ്സ് ഗ്യാദർ ചെയ്യായിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ കുറേ നേരം ഈ ഡീപ് സ്റ്റേറ്റ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നയൻ തിരിച്ചു വരും. എനിക്ക് 2-3 ഡയമണ്ടും കൂടി പുതിയത് കിട്ടിയും. പിന്നെ ആസ്ത കോപ്പർ ആർമറാക്കി. കുറേ നേരം ഞാൻ അവിടെ ഡീപ് സ്റ്റേറ്റ് പൊട്ടിച്ച് പിന്നെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് സർവറിലോട്ട് കയറുന്നത്. അപ്പോഴത്തേക്കും ആസ്ത ഞാൻ ക്ലിയർ ചെയ്ത സ്ഥലം മൊത്തം ഒരു വാലും കൊലക്കി വെച്ച്. എനിക്ക് ദേഷ്യം വന്നായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ആസ്തയും നയനും അവൻ്റെ ബിൽഡ് തുടങ്ങിയായിരുന്നു. ആസ്തേൻ്റെ അവൻ ഫിനിഷ് ആക്കിയിട്ടില്ലായിരുന്നു, നയൻ്റെ അവൻ ഫിനിഷ് ആക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കേണ്ട വിചാരിച്ചു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ്, അതായത് ഞാൻ ആ സമയമൊക്കെ റിസോഴ്സ് ഗ്യാദർ ചെയ്യായിരുന്നു. പിന്നെ നയനെ ലക്ഷം സഹായിക്കുകയും ചെയ്തു. അവൻ്റെ ബിൽഡിൽ അവനെ കുറച്ച് പുതിയ എനിക്കറിയാവുന്ന റൂഫിംഗ് സ്റ്റൈലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അത് അവൻ തന്നെ സ്വന്തമായിട്ട് അവൻ്റെ രീതിയിൽ അങ്ങോട്ട് ഉണ്ടാക്കും. പിന്നെ ഞാൻ എന്താ ഇപ്പം എൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള ഔട്ട്ലൈൻ ഇടുവാണ്. അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഞങ്ങൾ എല്ലാവരുടെയും ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആസ്ത ഇച്ചിരി നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പക്ഷെ അവൻ അധികം സമയം എടുക്കാണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത് ഇത്രയായിരുന്നു എനിക്കറിയില്ല. നിങ്ങൾ ഇതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഇത്രയാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞ് ഇച്ചിരി കൂടി സ്ഥലം എടുത്ത് ഉണ്ടാക്കാം. പക്ഷെ അവൻ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് ഇതൊരു ട്രെയിനിങ് ഏരിയ പോലെ ഉണ്ട് റൗണ്ടിൽ. പിന്നെ അടുത്ത് നമുക്ക് നയൻ്റെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെൽത്ത് ബാർ ഒന്നും നോക്കണ്ട. ഹെൽത്ത് ബാറിലല്ല, ഹങ്കർ ബാർ. അത് ഇവിടെ ഫുഡൊന്നും ഇല്ല. ഫുള്ള് കഷ്ടി നയനാണ് എല്ലാം എടുത്ത് തിന്നുകൊണ്ട് പോവാ. എനിക്കൊന്നും കിട്ടൂല. നയൻ്റെ കാണിച്ചു തരാം. ഇതാണ് നയൻ്റെ ഇതാണ് നയൻ്റെ വീട്. ഇവിടെ ബട്ടനൊക്കെ വെച്ചിട്ടുണ്ട്, എന്തിനറിയില്ല. ഇതാ ഇങ്ങനെയാണ് ഒരു വിച്ച് ഹട്ട് പോലെ ഉണ്ടല്ലേ, വിച്ച് വീട്. നയൻ തന്നെ ഉണ്ടാക്കിയാട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ട്രാപ്പ് ഡോറിൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്ത് എൻ്റെ അടുത്താണ്. എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. ഈ റൂഫിങ് എല്ലാം തന്നെ ചെയ്ത് ഈ സൈഡ് കാണിച്ചു തരാം. ഈ സൈഡ് ഇതാ ഇങ്ങനെയാണ്. ഇതെന്താ അറിയില്ല എനിക്ക്, അത് കുഴപ്പമില്ല. ബാക്കിൽ കണ്ടേ ബാക്കിൽ അധികം ഒന്നും ചെയ്തില്ല. ഇവിടെ കയറുമ്പോൾ ഇവിടെ തന്നെ ഒരു പ്ലഷർ പ്ലേറ്റ് ഉണ്ട്, അത് അടച്ചോളും. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ സെക്കൻഡ് സ്റ്റോറേജ് റൂം ഉണ്ട്. ഇതെന്താ ചെയ്യുന്ന നയനെ? സ്റ്റോറേജ് റൂം എടുക്കുന്നു. ഓ അങ്ങനെ എന്താ അറിയോ? എന്താ മാപ്പോ? ഇവിടെ മാപ്പ് ഉണ്ട്. ഇവിടെ എന്താ ബെഡ് വെച്ചേക്കുന്നത്? ഇപ്പൊ തൽക്കാലത്തേക്ക് വെച്ചേക്കുന്നതാണ്. ആ ചെറിയൊരു വീടാട്ടോ. ഇതിന്റെ മണ്ണ് ഇവിടെ വഴി. ഇവിടെ ഇവിടെ എന്താ നോക്കാം. ഇവിടെ എന്താണ് ബെഡ്റൂം? ബെഡിന്റെ സ്പെല്ലിംഗ് ഇതെന്നെ സ്പൈ ചെയ്യാനുള്ള സ്ഥലമാട്ടോ ഇത്. ഇനിയിപ്പോ എന്റെ ബേസ് അടിച്ചാല. എനിക്കറിയാം നിങ്ങൾ എൻ്റെ ബേസിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ബേസ് അത് എൻ്റെയാണ്. ഇതായത് ഇവിടെ സൈഡിൽ നിന്ന് തന്നെ കാണുമ്പോൾ മനസ്സിലാവും സീൻസ് ആണെന്ന്. ഇതാണ് എന്റെ വീട്. കാണാലോ, നിങ്ങൾ വിചാരിച്ചല്ല എന്റെ വീട് അപ്പോൾ സീനായിരിക്കുമല്ലോ. ഞാൻ ബിൽഡറിലാണ്. ഇതിങ്ങനെയാണ്. ഞാൻ മറ്റേ എൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉപയോഗിച്ച ഏതൊരു ബിൽഡിന് ഉപയോഗിച്ച സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇയാള് കോപ്പി അടിച്ച് അവിടേക്ക്. അത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ളോട്ട് വന്നാൽ ഞാൻ ടഫ് ബ്രിക്സ് അല്ലേ, ടഫ് ബ്രിക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സൈഡ് മൊത്തം ഇങ്ങനെ ഇതാട്ടോ, ട്രാപ്പ് ഡോർ ആണ്. ഞാൻ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അത് ഉണ്ടോ, ഇങ്ങനെയാണ് മൊത്തം. ഇപ്പൊ ഇപ്പർ സൈഡ് കാണിച്ചു തരാണ്. ബാക്ക് ഭാഗമാണെങ്കിലും ഇത് തന്നെയാണ് സംഭവം. വേറെ ഐഡിയ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് എപ്പോഴും സമയം കിട്ടുന്നില്ല കയറി കളിക്കാൻ. മറ്റേ 2 വേൾഡ് ഉള്ളതുകൊണ്ട് അതിന്റെ വീഡിയോ ഇടാൻ വൈകുന്ന ഇത് കളിക്കുന്നുണ്ടോ. അതാണ് സൈഡിലൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ മറ്റേ ബെഡ്റോക്ക് സീരീസിനെ പോലെ തന്നെ ഇവിടെ ഫുള്ള് ക്രാഫ്റ്റിംഗ് സംഭവങ്ങളായിരിക്കും. കുക്കിംഗ് ആയിട്ടുള്ള ഫർണസ് ഒക്കെ കൊണ്ടുവരും. പിന്നെ ബ്ലാസ്റ്റ് ഫർണസ്,
ഉണ്ട്. ഇവിടെ എനിക്ക് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ പ്രൊജക്ട് ബോർഡ് കൊണ്ടുവരും, അല്ലെങ്കിൽ മുകളിലൊരു സ്ഥലത്ത് പ്രൊജക്ട് ബോർഡ് കൊണ്ടുവരുന്ന ഐഡിയ ഉണ്ട്. ഇതിൽ കൂടെ മണ്ടയിലോട്ട് കയറിയാൽ ഇവിടെ ആയിരിക്കും എൻ്റെ ചെറിയൊരു ബെഡ്റൂം വരിക. വലിയ ആർഭാടൊന്നുമില്ല. പിന്നെ ഇതെന്താക്കണ്ട എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല, ഞാൻ പിന്നെ ആക്കാം. ഇവിടെ ഞാൻ ചെറിയ സ്റ്റോറേജ് സംഭവം കൊണ്ടുവരും. അപ്പോൾ ഇത് ഇച്ചിരി ഇതാണല്ലോ വലിയ ഏരിയ, അതുകൊണ്ട് ഇവിടെ സ്റ്റോറേജ്. അഥവാ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും ഞാൻ ഇത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ. ഞാൻ അപ്പോൾ അതേപോലെ ചെയ്യാം. ഈ റൂം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാത്രിയായോ? പറഞ്ഞാൽ എൻ്റെ ബെഡ് ഞാൻ ഇവിടെ വെച്ചിട്ടില്ലല്ലോ. ഞാൻ പോയി ബെഡ് കൂടി എത്താനൊന്നും പറ്റില്ല. അന്തരം പറഞ്ഞു ചാവണം. ആയോ അറിയില്ല, നോക്കട്ടെ. ആയിട്ടില്ല. ഉറങ്ങാനാ? ആയിട്ടില്ല. ബെഡ് കൊണ്ട് അകത്തോട്ട്. ചാവട്ടെ. പിന്നെ ഞാനെന്ന് അതിനും കൂടി വിചാരിച്ച് ഇവിടെ ഞങ്ങളുടെ ഒരു മെയിൻ ഏരിയയിലോട്ട് പോകുന്ന ഇച്ചിരി കൂടി ഡിസൈൻ ആക്കി വെക്കാന്ന്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു ഡിസൈൻ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഇതൊരു ചെറിയ സംഭവം കൂടിയാണ്. ഇത്ര നേരം ഞങ്ങൾ കളിച്ചിട്ടാണ് ഈ ഒരു 1ാമത്തെ എപ്പിസോഡ് തന്നെ ഇടുന്നത്. അപ്പോൾ ഇതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. ഞാനും അതിനും കൂടി ഇത് വേഗം തന്നെ ഉണ്ടാക്കി. പക്ഷെ അതിനിടയ്ക്ക് വെച്ച് നയന് പോകേണ്ടി വന്ന്. ഞാൻ എന്താ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താ ഞാൻ നിർത്ത. ഞാൻ കുറച്ചും തരാം. നിർത്തുന്ന കുറച്ചും തരാം. അങ്ങനെ നയനും ആസ്തയും കളി നിർത്തിയായിരുന്നു. ആസ്ത നേരത്തെ നിർത്തിയായിരുന്നു. അങ്ങനെ ഞാനും കളി നിർത്താമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് പോയി കിടന്നു.